ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിലെ ലീഡേഴ്സിൽ ഒരാളായ SBI ഫണ്ട്സ് മാനേജ്മെന്റ് ലിമിറ്റഡ് ഇപ്പോൾ അവർ IPO ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ്. ഇപ്പൊ സ്ട്രോങ് ട്രാക്ക് റെക്കോർഡും ഡീപ് എക്സ്പെർട്ടൈസും ഉള്ള ഒരു കമ്പനി ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റേഴ്സും വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മാർക്കറ്റിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ SBI ഫണ്ട്സ് മാനേജ്മെന്റ് IPO ഡീറ്റെയിൽസ്, ബിസിനസ് ഓവർവ്യൂ, മെയിൻ സ്ട്രെങ്ത്സ്, റിസ്ക്സ്, ഫൈനാൻഷ്യൽ പെർഫോമൻസ് എല്ലാം അനലൈസ് ചെയ്യുന്നതായിരിക്കും. അതിലൂടെ കമ്പനിയുടെ മാർക്കറ്റ് പൊസിഷനും IPOയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. SBI ഫണ്ട്സ് മാനേജ്മെന്റ് ലിമിറ്റഡ് IPO ഒരു ബുക്ക് ബിൽഡ് ഇഷ്യൂ ആണ്. അപ്പൊ ഈ ഒരു IPO കംപ്ലീറ്റ്ലി ഓഫർ ഫോർ സെയിൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇഷ്യൂയിൽ ഏകദേശം 20.37 കോടി ഷെയർസ് ആണ് പബ്ലിക്കിന് വിൽക്കുന്നത്. അപ്പൊ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് NSE അതുപോലെ BSE ലിസ്റ്റ് ചെയ്യും. IPO ജൂലൈ 14 മുതൽ ജൂലൈ 16 വരെ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് ഓപ്പൺ ആയിരിക്കും. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് ഓവർവ്യൂ നമുക്ക് നോക്കാം. ഈ കമ്പനി 1992 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1993 SBI മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയായി പ്രവർത്തിക്കാൻ സെബിയുടെ അപ്രൂവൽ കമ്പനിക്ക് ലഭിച്ചു. 2004 ഇതൊരു ജോയിന്റ് വെഞ്ചറായി മാറി. പിന്നെ അമൗണ്ടി ഗ്രൂപ്പ് സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്തു. 2026 മാർച്ച് 31 ഡേറ്റ പ്രകാരം മ്യൂച്വൽ ഫണ്ട് ക്വാർട്ടർലി ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 12.51 ലക്ഷം കോടിയും 15.3% മാർക്കറ്റ് ഷെയറും ഉണ്ട്. അപ്പോൾ ഇത് കാരണം ഈ ഒരു കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട് മാറി. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഒപ്പം പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസും അഡ്വൈസറി ബിസിനസ് ഉൾപ്പെടെ കമ്പനി ടോട്ടൽ ക്വാർട്ടർലി ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 29.46 ലക്ഷം കോടി കടന്നു. ETF ഇൻഡെക്സ് ഫണ്ട് സെഗ്മെന്റിൽ 27.9% മാർക്കറ്റ് ഷെയറോടെ ഈ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസീവ് ഫണ്ട് മാനേജറുമാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സും ഇക്വിറ്റി ഓറിയന്റഡ് ബിസിനസ്സും നല്ല ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് കമ്പനിയുടെ സ്ട്രോങ് ബ്രാൻഡ്, വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, അതിൽ ഇൻവെസ്റ്റർ ട്രസ്റ്റും ആണ്. സോ നമ്മൾ കമ്പനിയുടെ ബിസിനസ് പ്രൊഫൈൽ നോക്കി. ഇനി നമുക്ക് കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത്സ്, പോസിറ്റീവ് ഫാക്ടേഴ്സ് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ AMC എന്നതിന്റെ സ്ട്രോങ് സ്കെയിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. 2026 മാർച്ച് 31 ഡേറ്റ പ്രകാരം മ്യൂച്വൽ ഫണ്ട് ക്വാർട്ടർലി ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ 15.3% മാർക്കറ്റ് ഷെയറോടെ SBI ഫണ്ട് മാനേജ്മെന്റ് ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. കമ്പനിയുടെ വലിയ സ്കെയിൽ കാരണം കോസ്റ്റ് എഫിഷ്യൻസിയും ഓപ്പറേഷണൽ അഡ്വാൻറ്റേജും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പ് 10 AMCകളിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റേഷ്യോ ഏറ്റവും കുറവാണ്. ഇതിന്റെ ഒപ്പം കമ്പനിക്ക് സ്ട്രോങ് റിസർച്ച് കേപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ കമ്പനി 450-ലധികം കമ്പനീസും 250-ലധികം ഫിക്സഡ് ഇൻകം ഇഷ്യൂസും ആക്റ്റീവ്ലി ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫണ്ട് മാനേജേഴ്സിനെ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്ത സ്ട്രെങ്ത്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ ലീഡിംഗ് പ്ലെയർ ആണ്. ഇപ്പോൾ PMSും അഡ്വൈസറി അസറ്റ് അണ്ടർ മാനേജ്മെന്റും അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ 39.7% മാർക്കറ്റ് ഷെയറോടെ ഈ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് പ്രൊവൈഡർ ആണ്. അതിനൊപ്പം സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സെഗ്മെന്റിലും കമ്പനി ഒരു ലീഡിംഗ് പ്ലെയർ ആണ്. ഇപ്പോൾ 2026 മാർച്ച് 31 കണക്ക് പ്രകാരം ഈ ഒരു സെഗ്മെന്റിൽ കമ്പനിക്ക് 2,995 കോടി AUM 28.2% മാർക്കറ്റ് ഷെയറും ഉണ്ട്. ഈ സ്ട്രോങ് പൊസിഷൻ കമ്പനിയുടെ ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫറിംഗ്സും ഇൻവെസ്റ്റേഴ്സിനിടയിൽ കമ്പനി നേടിയിട്ടുള്ള ട്രസ്റ്റുമാണ് വ്യക്തമാക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്ട്രെങ്ത്, സ്ട്രോങ് SIP ഫ്രാഞ്ചൈസി വിത്ത് ഹൈ ഇൻവെസ്റ്റർ എൻഗേജ്മെന്റ് ആണ്. 2026 മാർച്ച് 31 കണക്ക് പ്രകാരം കമ്പനിയുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പ്ലാറ്റ്ഫോം മാർക്കറ്റിൽ വളരെ സ്ട്രോങ് പൊസിഷനിലാണ്. അപ്പോൾ കമ്പനിക്ക് 1.62 കോടിയിലധികം ലൈവ് SIPസും SIP കൗണ്ട് അടിസ്ഥാനമായിട്ട് 15.5% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ സ്ട്രോങ് റീറ്റെയിൽ നെറ്റ്വർക്കും ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിലുള്ള ട്രസ്റ്റും കസ്റ്റമർ എൻഗേജ്മെന്റും റീറ്റൻഷനും വളരെ ശക്തമാണെന്നാണ് കാണിക്കുന്നത്. അതിന്റെ ഒപ്പം മൾട്ടി സ്കീം മാൻഡേറ്റ്സ്, സ്റ്റെപ്പ് അപ്പ് SIPs, ഫ്ലെക്സിബിൾ ഇൻവെസ്റ്റ്മെന്റ് ഫ്രീക്വൻസീസ്, 250 രൂപ മുതൽ തുടങ്ങുന്ന മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റി പോലുള്ള ഇന്നോവേറ്റീവ് SIP ഫീച്ചേഴ്സ് വഴി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ എളുപ്പവും ഫ്ലെക്സിബിളും ആക്കുന്നുണ്ട്. ഇനി ഇൻവെസ്റ്റേഴ്സിന്റെ ഡിസിഷൻ മേക്കിംഗിൽ വളരെ പ്രധാനമായ കമ്പനിയുടെ റിസ്ക്കും വീക്ക്നെസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ റിസ്ക് വരുന്നത് ക്വാർട്ടർലി ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ റവന്യൂവിനെയും പ്രോഫിറ്റബിലിറ്റിനെയും ബാധിക്കും. അപ്പോൾ കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റബിലിറ്റിയും ക്വാർട്ടർലി ആവറേജ് അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് നേരിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റ് മൂവ്മെന്റ്സ്, ഇൻവെസ്റ്റർ റിഡംഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്വാർട്ടർലി ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ വലിയ കുറവ് വരികയോ അതിന് കോമ്പോസിഷനിൽ മാറ്റം വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ വലിയ രീതിയിൽ തന്നെ ഇവിടെ ബാധിക്കാം. ക്വാർട്ടർലി ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കുറഞ്ഞ കമ്പനിക്ക് ലഭിക്കുന്ന മാനേജ്മെന്റ് ഫീ ഇൻകം നേരിട്ടത് കുറയും. അതേസമയം എംപ്ലോയി കോസ്റ്റ്, ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ, റെഗുലേറ്ററി കംപ്ലയൻസ്, ഡിസ്ട്രിബ്യൂഷൻ സപ്പോർട്ട് എന്നിവ പോലുള്ള പല ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഷോർട്ട് ടേമിലും മീഡിയം ടേമിലും അധികം ഇവിടെ കുറയില്ല. അപ്പോൾ അതുകൊണ്ട് ക്വാർട്ടർലി ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കുറയുന്നുണ്ട്, റവന്യൂ കുറഞ്ഞാൽ അത് പ്രോഫിറ്റബിലിറ്റിയിൽ അതിനേക്കാൾ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. ഇനിയിപ്പം അടുത്ത റിസ്ക്, റെഗുലേറ്ററി ചേഞ്ചസും ഫീ പ്രഷറും മാർജിനെ ബാധിക്കാം.
മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ വരുന്ന റെഗുലേറ്ററി ചേഞ്ചസ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ ക്യാപ്സ് കുറയുന്നതും ബേസ് എക്സ്പെൻസ് റേഷ്യോ ഫ്രെയിംവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും കമ്പനിയുടെ മാനേജ്മെന്റ് ഫീ ഇൻകത്തിലും പ്രോഫിറ്റബിലിറ്റിയിലും പ്രഷർ ഉണ്ടാക്കാം. അതിനൊപ്പം ഇൻവെസ്റ്റേഴ്സ് ആക്റ്റീവ്ലി മാനേജ് സ്കീംസിൽ നിന്ന് ലോ കോസ്റ്റ് പാസീവ് സ്കീമിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ മാർജിനെ ഇവിടെ ബാധിക്കാം. കാരണം പാസീവ് പ്രൊഡക്ട്സിൽ മാനേജ്മെന്റ് ഫീസ് താരതമ്യം കുറവായിരിക്കും. അപ്പോൾ ഭാവിയിൽ ഫീ ലിമിറ്റ്സ് വീണ്ടും കുറയുകയോ കോമ്പറ്റീഷൻ കാരണം പ്രൈസിംഗ് പ്രഷർ കൂടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിയും ബാധിക്കാൻ ഇവിടെ സാധ്യതയുണ്ട്. ഇനി അടുത്ത് ലീഗൽ പ്രൊസീഡിങ്സും അതിന്റെ റിസ്ക്കും ആണ്. കമ്പനിക്കെതിരെ ക്രിമിനൽ, ടാക്സ്, സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ റെഗുലേറ്ററി, സിവിൽ പ്രൊസീഡിങ്സ് ഉൾപ്പെടെ പല ലീഗൽ കേസസ് ഇപ്പോൾ പെൻഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എമൗണ്ട് വരുന്നത് ഏകദേശം 148.55 കോടിയാണ്. അതേസമയം പ്രൊമോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പെൻഡിംഗ് ലീഗൽ പ്രൊസീഡിങ്സിന്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് ഏകദേശം 1,17,263.34 കോടിയാണ്. അപ്പോൾ ഇതിൽ റെഗുലേറ്ററി, ലീഗൽ, സിവിൽ മാറ്റേഴ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ കേസസിൽ കമ്പനിക്കോ പ്രൊമോട്ടേഴ്സിനോ അനുകൂലമായിട്ടുള്ള വിധി വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ടാവാം, ബിസിനസ് ഓപ്പറേഷനിൽ റെസ്ട്രിക്ഷൻ വരാം, അതുപോലെ കമ്പനിയുടെ റെപ്യൂട്ടേഷനും ഇൻവെസ്റ്റർ കോൺഫിഡൻസും നെഗറ്റീവായിട്ട് ബാധിക്കാം. ഇനി അടുത്ത റിസ്ക് കീ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട് ക്വാർട്ടർലി ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റും റവന്യൂ കുറച്ച് മ്യൂച്വൽ ഫണ്ട് സ്കീംസിൽ തന്നെ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2026 മാർച്ച് 31 കണക്ക് പ്രകാരം കമ്പനിയുടെ ടോപ്പ് 5 മ്യൂച്വൽ ഫണ്ട് സ്കീം ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് ക്വാർട്ടർലി ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 42.57% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് 10 സ്കീംസ് ചേരുമ്പോൾ അത് 59.47% ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മേജർ സ്കീംസിന്റെ പെർഫോമൻസിൽ ഇൻവെസ്റ്റർ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ റെഗുലേറ്ററി എൻവയൺമെന്റിൽ എന്തെങ്കിലും നെഗറ്റീവ് ഡെവലപ്മെന്റ്സ് ഉണ്ടായാൽ അത് കമ്പനിയുടെ ബിസിനസ്സിനെയും റവന്യൂവിനെയും പ്രോഫിറ്റബിലിറ്റി എല്ലാം ബാധിക്കാം. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കാം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ 2024 ഫൈനാൻഷ്യലിൽ കമ്പനി ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 2,690.56 കോടിയിൽ നിന്ന് 2025 ഫൈനാൻഷ്യലിൽ 3,597.76 കോടിയിലേക്ക് കൂടി. അതായത് 33.72% ഗ്രോത്ത്. അപ്പോൾ ഈ ഗ്രോത്തിന്റെ പ്രധാന കാരണം മാനേജ്മെന്റ് ഫീസും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് അഡ്വൈസറി ഫീസും നല്ല രീതിയിൽ വർദ്ധിച്ചതാണ്. മാനേജ്മെന്റ് ഫീസ് 2024 ഫൈനാൻഷ്യലിൽ 2,610.18 കോടിയിൽ നിന്ന് 2025 ഫൈനാൻഷ്യലിൽ 3,437.79 കോടിയിലേക്ക് കൂടി. അതായത് 31.71% ഗ്രോത്ത്. അപ്പോൾ ഇതിന്റെ പ്രധാന കാരണം കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട് സ്കീംസിന്റെ ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കൂടിയതാണ്. അതേസമയം പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് അതർ അഡ്വൈസറി ഫീസ് 2024 ഫൈനാൻഷ്യലിൽ 80.38 കോടിയിൽ നിന്ന് 2025 ഫൈനാൻഷ്യലിൽ 159.97 കോടിയിലേക്ക് കൂടി. അതായത് 99.02% ഗ്രോത്ത്. ഈ ഗ്രോത്ത് പ്രധാനമായും കമ്പനിയുടെ ഇന്റർനാഷണൽ ബിസിനസ്, പ്രത്യേകിച്ച് അഡ്വൈസറി സർവീസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇന്റർനാഷണൽ ബിസിനസ് ഫീസ് 63.83 കോടി കൂടിയപ്പോൾ ഡൊമസ്റ്റിക് റീറ്റെയിൽ ബിസിനസ് 10.54 കോടി കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇപ്പോൾ 2026 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 4,389.49 കോടിയായി. 2025 ഫൈനാൻഷ്യലിനെ കമ്പയർ ചെയ്യുമ്പോൾ 22.01% ഗ്രോത്ത് ഇവിടെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഈ ഗ്രോത്ത് പ്രധാനമായിട്ട് മാനേജ്മെന്റ് ഫീസ് കൂടിയതുകൊണ്ടാണ്. എന്നാൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് അതർ അഡ്വൈസറി ഫീസ് 2025 ഫൈനാൻഷ്യലിൽ 159.97 കോടിയിൽ നിന്ന് 2026 ഫൈനാൻഷ്യലിൽ 154.99 കോടിയിലേക്ക് ചെറുതായിട്ട് കുറഞ്ഞു. 2024 ഫൈനാൻഷ്യലിൽ നിന്ന് 2025 ഫൈനാൻഷ്യലിലേക്ക് കമ്പനിയുടെ എബിറ്റ 2,718.82 കോടിയിൽ നിന്ന് 3,412.94 കോടിയിലേക്ക് കൂടി. അതായത് ഏകദേശം 694.12 കോടി അല്ലെങ്കിൽ 25.53% ഗ്രോത്ത്. ഇപ്പോൾ 2024 ഫൈനാൻഷ്യലിൽ എബിറ്റ മാർജിൻ 101.05 ആയിരുന്നു. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഹയർ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കാരണമായിരുന്നു. എന്നാൽ 2025 ഫൈനാൻഷ്യലിൽ എബിറ്റ മാർജിൻ 94.86 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എക്സ്പെൻസ് സൈഡിൽ നോക്കിയാൽ സ്കീം എക്സ്പെൻസസ് 48.83 കോടിയിൽ നിന്ന് 64.46 കോടിയിലേക്ക് കൂടി. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് 368.39 കോടിയിൽ നിന്ന് 421.08 കോടിയിലേക്കും. അതർ എക്സ്പെൻസസ് 290.03 കോടിയിൽ നിന്ന് 337.67 കോടിയിലേക്കും കൂടി. എന്നാൽ മാനേജ്മെന്റ് ഫീ ഇൻകവും റവന്യൂ ഗ്രോത്തും സ്ട്രോങ് ആയിരുന്നതുകൊണ്ട് കമ്പനിക്ക് എബിറ്റയിൽ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ നിന്ന് 2026 ഫൈനാൻഷ്യലിലേക്ക് എബിറ്റ 3,412.94 കോടിയിൽ നിന്ന് 4,058.44 കോടിയിലേക്ക് കൂടി. അതായത് 645.5 കോടി അല്ലെങ്കിൽ 18.91% ഗ്രോത്ത്. എന്നാൽ എബിറ്റ മാർജിൻ 94.86% 92.46% വീണ്ടും കുറഞ്ഞു. കാരണം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിന്റെ ഗ്രോത്ത് എബിറ്റ ഗ്രോത്തിനേക്കാളും കൂടുതലായിരുന്നു. ഇപ്പോൾ കോസ്റ്റ് കോമ്പോണൻസിൽ സ്കീം എക്സ്പെൻസസ് 64.46 കോടിയിൽ നിന്ന് 71.71 കോടിയിലേക്ക് കൂടി.
എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് 421.08 കോടിയിൽ നിന്ന് 441.01 കോടിയിലേക്കും കൂടി. എന്നാൽ വലിയ ഇൻക്രീസ് അതർ എക്സ്പെൻസിലാണ്. അത് 2025 ഫൈനാൻഷ്യലിൽ 337.67 കോടിയിൽ നിന്ന് 2026 ഫൈനാൻഷ്യലിൽ 404.94 കോടിയിലേക്ക് കൂടി. അതായത് ഏകദേശം 67.27 കോടി അല്ലെങ്കിൽ 19.92% ഗ്രോത്ത്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻക്രീസ് ആണ് എബിറ്റ മാർജിനിൽ പ്രഷർ വരാനുള്ള പ്രധാന കാരണം. ഇനി പാറ്റ് അനാലിസിസ് നോക്കാം. ഇപ്പോൾ 2024 ഫൈനാൻഷ്യലിൽ നിന്ന് 2025 ഫൈനാൻഷ്യലിലേക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2072.79 കോടിയിൽ നിന്ന് 2540.15 കോടിയിലേക്ക് കൂടി. അതായത് 467.37 കോടി അല്ലെങ്കിൽ 22.55% ഗ്രോത്ത്. അപ്പോൾ ഈ പാറ്റ് ഗ്രോത്തിന്റെ പ്രധാന കാരണം കമ്പനിയുടെ സ്ട്രോങ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസും റവന്യൂ എക്സ്പാൻഷനും ആയിരുന്നു. അപ്പോൾ ഈ ഒരു പീരീഡിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 33.72% കൂടിയപ്പോൾ ടോട്ടൽ എക്സ്പെൻസസ് 15.86% മാത്രമാണ് വർദ്ധിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും, പ്രോഫിറ്റബിലിറ്റി പോസിറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്തു. എന്നാൽ പാറ്റ് മാർജിൻ 2024 ഫൈനാൻഷ്യലിലെ 60.5% 2025 ഫൈനാൻഷ്യലിൽ 59.98% ചെറുതായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇതിനുള്ള പ്രധാന കാരണം ഹയർ എഫക്റ്റീവ് ടാക്സ് റേറ്റും അതർ ഇൻകത്തിന്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞതാണ്. എന്നാലും സ്ട്രോങ് റവന്യൂ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് കമ്പനി ഹെൽത്തി പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ നിന്ന് 2026 ഫൈനാൻഷ്യലിലേക്ക് പാറ്റ് 2540.15 കോടിയിൽ നിന്ന് 3067.38 കോടിയിലേക്ക് കൂടി. അതായത് 527.22 കോടി അല്ലെങ്കിൽ 20.76% ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ പാറ്റ് മാർജിൻ 59.98% 61.65% ഇംപ്രൂവ് ചെയ്തു. അപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ്മെന്റ് പ്രധാന കാരണം സ്ട്രോങ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. 2026 ഫൈനാൻഷ്യലിൽ ടോട്ടൽ ഇൻകം 17.47% വർദ്ധിച്ചപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് 11.3% ഇവിടെ വർദ്ധിച്ചത്. റവന്യൂ ഗ്രോത്ത്, മാനേജ്മെന്റ് ഫീ ഇൻകം കൂടിയത് എഫിഷ്യന്റ് കോസ്റ്റ് മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇനി കമ്പനീനെ ഇൻഡസ്ട്രിയൽ ലിസ്റ്റഡ് പിയേഴ്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് അതിന്റെ സ്കെയിൽ, പ്രോഫിറ്റബിലിറ്റി, ഫൈനാൻഷ്യൽ പെർഫോമൻസ് എല്ലാം നോക്കാം. ഇപ്പോൾ 2026 ഫൈനാൻഷ്യൽ റവന്യൂ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ICICI Prudential AMC 5764.63 കോടി റവന്യൂയുടെ ഇൻഡസ്ട്രിയൽ ഫസ്റ്റ് ആണ്. അതിനുശേഷം SBI ഫണ്ട്സ് മാനേജ്മെന്റ് 4389.49 കോടി റവന്യൂയുടെ രണ്ടാം സ്ഥാനമുണ്ട്. HDFC AMC 4122.16 കോടി റവന്യൂയുടെ മൂന്നാം സ്ഥാനത്തുണ്ട്. SBI മ്യൂച്വൽ ഫണ്ട് റവന്യൂ നിപ്പോൺ ലൈഫ് AMCയുടെ 2708.74 കോടിയേക്കാളും ആദിത്യ ബിർള സൺ ലൈഫ് AMCയുടെ 1845.09 കോടിയേക്കാളും UTI AMCയുടെ 1698.05 കോടിയേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് കമ്പനിയുടെ വലിയ AUM ബേസ്, സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ, സ്റ്റേബിൾ മാനേജ്മെന്റ് ഫീ ഇൻകം എന്നിവയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി നോക്കിയാലും കമ്പനി സ്ട്രോങ് പെർഫോമൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2026 ഫൈനാൻഷ്യലിൽ പാറ്റ് 3067.38 കോടിയായിരുന്നു. അപ്പോൾ ഇത് PS രണ്ടാം സ്ഥാനമാണ്. ICICI Prudential AMC 3298.26 കോടി പാറ്റോടെ ഫസ്റ്റ് ആയപ്പോൾ HDFC AMC 2858.06 കോടി പാറ്റോടെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ക്യാപിറ്റൽ എഫിഷ്യൻസി നോക്കിയാൽ 2026 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ റിട്ടേൺ നെറ്റ് വർത്ത് 43.02% റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത് ഷെയർ ഹോൾഡർ ക്യാപിറ്റൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. PSൽ ICICI Prudential AMCക്ക് 85.8% റിട്ടേൺ നെറ്റ് വർത്ത് ഉണ്ടായിരുന്നു. എന്നാൽ SBI ഫണ്ട് മാനേജ്മെന്റ് റിട്ടേൺ നെറ്റ് വർത്ത് HDFC AMCയുടെ 32.9%, നിപ്പോൺ ലൈഫ് ഇന്ത്യ AMCയുടെ 34.5%, ആദിത്യ ബിർള സൺ ലൈഫ് AMCയുടെ 25.53%, UTI AMCയുടെ 11.22% എന്നിവയെക്കാളും കൂടുതലാണ്. ഓവറോൾ റവന്യൂ സ്കെയിൽ, പ്രോഫിറ്റബിലിറ്റി, ക്യാപിറ്റൽ എഫിഷ്യൻസി എന്നിവയിൽ SBI ഫണ്ട്സ് മാനേജ്മെന്റ് ഇൻഡസ്ട്രിയിലെ ലീഡിംഗ് പ്ലേയേഴ്സിൽ ഒന്നാണെന്ന് ഈ പിയർ കമ്പാരിസണിൽ വ്യക്തമാണ്. സ്ട്രോങ് AUM ബേസ്, എസ്റ്റാബ്ലിഷ് ബ്രാൻഡ് പ്രസൻസ്, സ്കെയിലബിൾ AMC ബിസിനസ് മോഡൽ ഇതെല്ലാമാണ് കമ്പനിക്ക് മാർക്കറ്റിൽ സ്ട്രോങ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇവിടെ നൽകുന്നത്. സോ SBI ഫണ്ട്സ് മാനേജ്മെന്റ് ലിമിറ്റഡ് ക്വാർട്ടർലി ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ബേസിൽ ഇന്ത്യൻ ലീഡിംഗ് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോംസ് എല്ലാം കമ്പനിക്ക് സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. അപ്പോൾ കമ്പനി റവന്യൂ, എബിറ്റ, പാറ്റ് ഇതിലെല്ലാം തുടർച്ചയായിട്ട് സ്ട്രോങ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ വലിയ സ്കെയിലും എഫിഷ്യന്റ് ഓപ്പറേഷനും വഴി മാർക്കറ്റ് ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ റെഗുലേറ്ററി ചേഞ്ചസ്, മാർക്കറ്റ് വോളറ്റിലിറ്റി, ഫീ പ്രഷർ, അസറ്റ് കോൺസെൻട്രേഷൻ പോലെയുള്ള ഫാക്ടേഴ്സ് കമ്പനിയുടെ ഫ്യൂച്ചർ പെർഫോമൻസിനെയും പ്രോഫിറ്റബിലിറ്റിയും ബാധിക്കും എന്നുള്ളത് നിങ്ങളിവിടെ മറക്കരുത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് കവർ ചെയ്താണ്. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കും മുമ്പ് IPO പ്രോസ്പെക്ട്സ് നന്നായിട്ട് വായിക്കുക. അതുപോലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസിനെ കൺസൾട്ട് ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.
Happy investing and bye from Rinsi. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.